ഒരു മനസ്സും രണ്ട് ശരീരവും. അതായിരുന്നു അമേരിക്കയിൽ ട്രംപ് മസ്ക് കൂട്ടുകെട്ട്. കൂട്ടപ്പിരിച്ചുവിടൽ കേസുകൾ, വധഭീഷണി തുടങ്ങി നിരവധി അധ്യായങ്ങൾക്ക് അവസാനം കുറിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അതായത് ഡോജിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ് ഇലോൺ മസ്ക്. കാലാവധി പൂർത്തിയാക്കുന്നതിനാലാണ് സർക്കാർ വിടുന്നതെന്ന് മസ്ക് പറയുന്നു. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. ട്രംപിന്റെ ബ്യൂട്ടിഫുൾ ബില്ലിന്റെ ചില കാര്യങ്ങളിൽ അസംതൃപ്തി പ്രകടിപ്പിച്ച ഒരു അഭിമുഖത്തിന് ശേഷമാണ് ഈ ഇറങ്ങിപ്പോക്ക് എന്നതാണ് ഇവിടെ നിർണായകം. ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉറപ്പിക്കുമെന്ന് കരുതപ്പെട്ട വ്യക്തികളിൽ ഒരാളായിരുന്നു ടെസ്ല സ്പേസ് എക്സ് മേധാവി ഇലോൺ മസ്ക്. അമേരിക്കൻ സർക്കാരിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും അനാവശ്യ ചെലവുകൾ വെട്ടിച്ചുരുക്കാനും രൂപീകരിച്ച ഡോജ് എന്ന വകുപ്പിന്റെ തലപ്പത്തേക്ക് മസ്കിനെ നിയമിച്ചത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ മസ്കിന്റെ പിന്മാറ്റം ട്രംപ് ഭരണത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ പ്രധാന ചോദ്യം. മസ്കിന്റെ പിന്മാറ്റത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ട്രംപിന്റെ നയങ്ങളോടുള്ള വിയോജിപ്പ്. ട്രംപ് അടുത്തിടെ കൊണ്ടുവന്ന ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന വലിയ പാക്കേജിനോട് മസ്ക് പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചു. യുഎസിൽ നികുതി വ്യവസ്ഥകളിലും ഗവൺമെന്റിന്റെ ക്ഷേമ പ്രവർത്തന ചെലവുകളിലും മാറ്റങ്ങൾക്ക് വഴിവെക്കുന്ന നിയമമാണിത്. ഗവൺമെന്റിന്റെ ചെലവ് കൂട്ടുകയും നികുതി ഇളവ് മൂലം വരുമാനം ഇടിയുകയും ചെയ്യും എന്നതിനാൽ കടബാധ്യത കുത്തനെ ഉയരുമെങ്കിലും അത് ഗൗനിക്കാതെയാണ് ട്രംപ് ഭരണകൂടം ബില്ലുമായി മുന്നോട്ടു പോയത്. ടെസ്ലയിലെ പ്രശ്നം. ടെസ്ലയുടെ നേരെ ലോകമെമ്പാടും പ്രതിഷേധങ്ങൾ ഉയർന്നു. ലാഭത്തിൽ 71% ഇടിവുണ്ടായി. ഇത് മസ്കിന് വലിയ തിരിച്ചടിയായിരുന്നു. തന്റെ സമയം ടെസ്ലയ്ക്ക് വേണ്ടി കൂടുതൽ വിനിയോഗിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മസ്ക് നിക്ഷേപകരോടുള്ള ഒരു കോൺഫറൻസ് കോളിൽ വ്യക്തമാക്കിയിരുന്നു. ഡോജിന്റെ വെല്ലുവിളികൾ. ഡോജിന് നിയമപരമായ അധികാരമില്ലെന്നും സർക്കാർ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. 14 സംസ്ഥാനങ്ങൾ മസ്കിനും ഡോജിനുമെതിരെ കേസുകൾ നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഡോജിന്റെ പ്രവർത്തനങ്ങളും മസ്കിന്റെ രീതികളും വ്യാപകമായ വിമർശനങ്ങൾക്കും ഇടയാക്കി. ബ്യൂറോക്രസിയുടെ വെല്ലുവിളികൾ. കോർപ്പറേറ്റ് മേധാവി എന്ന നിലയിലെ അനുഭവം കാരണം ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുന്നതും പിരിച്ചുവിടുന്നതുമൊക്കെ വളരെ എളുപ്പമാണ് എന്നായിരുന്നു മസ്ക് കരുതിയത്. സർക്കാരിനെയും ബ്യൂറോക്രസിയെയും ജീവനക്കാരെയും വരച്ച വരയിൽ നിർത്താമെന്നും കരുതി. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ. സർക്കാർ സംവിധാനത്തിലെ ബ്യൂറോക്രസി താൻ വിചാരിച്ചതിലും മോശമാണെന്ന് മസ്ക് തന്നെ സമ്മതിച്ചിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാവുകയും ചെയ്തു. എന്തായാലും ഇവയെല്ലാം തന്നെ മസ്കിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമായി. ഇനി ചോദ്യം ഡോജിന്റെ ഭാവി എന്താണ് എന്നാണ്. മസ്ക് പിന്മാറിയാലും ഡോജ് ദൗത്യം തുടരുമെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. മസ്കിന്റെ നേതൃത്വത്തിൽ ഡോജ് ഇതിനോടകം $175 ബില്യൺ ലാഭമുണ്ടാക്കിയതായി അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഈ കണക്കുകളിൽ ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഡോജിന്റെ അവസാന ലക്ഷ്യം സ്വയം ഇല്ലാതാവുക എന്നതാണെന്ന് മസ്ക് മുൻപൊരിക്കൽ പറയുകയും ചെയ്തിരുന്നു. മസ്കിന്റെ പിന്മാറ്റം ട്രംപ് ഭരണത്തിൽ അദ്ദേഹത്തിന്റെ സ്വാധീനത്തിന് ഒരു മങ്ങലേൽപ്പിച്ചേക്കാം. എന്നിരുന്നാലും ട്രംപിന്റെ ഏറ്റവും വലിയ പ്രചാരകരിൽ ഒരാളായിരുന്നു മസ്ക്. അദ്ദേഹത്തിന്റെ സ്റ്റാർലിങ്ക് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾക്ക് അമേരിക്കൻ ഭരണകൂടത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നതും സത്യമാണ്. ഈ പിന്മാറ്റം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ ഇടപെടലുകൾക്ക് ഒരു താൽക്കാലിക വിരാമമായിരിക്കാം. എന്നാൽ ടെക്നോളജി ബിസിനസ് ലോകത്ത് മസ്കിന്റെ സ്വാധീനം ഇന്നും നിലനിൽക്കുന്നു. ഈ പുത്തൻ മാറ്റങ്ങൾ അമേരിക്കൻ രാഷ്ട്രീയത്തിലും ട്രംപിന്റെ ഭരണത്തിലും എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.